ഇന്ന് നമുക്ക് കീൻവയും ചെറുപയർ കൊണ്ട് ഹെൽത്തി ആയ 2 ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ. ഇത് ധാരാളം ഫൈബറും പ്രോട്ടീനും കൂടാതെ തൈറോയ്ഡ് സംബന്ധമായ അസുഖങ്ങൾ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. ഈ 2 റെസിപ്പികളും ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നു. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് കീൻവയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് വെള്ളമൊഴിച്ച് നല്ല പോലെ ഒന്ന് കഴുകിയെടുത്ത് 10 മിനിറ്റ് നേരം ഇത് കുതിർത്തി വെച്ച് നമുക്ക് ഇത് അരിപ്പയിലേക്ക് മാറ്റി വയ്ക്കാം. അരിപ്പയിലേക്ക് മാറ്റി വെച്ചു. ഇനി നമ്മൾ ഒരു കുക്കറാണ് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് 2 വിസിൽ വരുന്നവരെ വേവിക്കാം. അപ്പോൾ നമ്മുടെ കീൻവ നന്നായി വെന്ത് കിട്ടും. പാത്രത്തിലാവുമ്പോൾ കുറച്ച് സമയം എടുക്കും, കുക്കറിലാവുമ്പോൾ വേഗം തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇതേപോലെ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇതേമാതിരി വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ കീൻവ വെന്ത് കഴിഞ്ഞു. പുതിയ വീഡിയോകൾ ലഭിക്കാനായി ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ബട്ടണിൽ ഓൾ ഞെക്കാൻ മറക്കരുത്. ഇതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടപ്പത്ത് വെച്ചു. ഞാൻ 2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ എടുക്കാം. ഇനി 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുകയാണ്. ആ കടുക് ഒന്ന് പൊട്ടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇഞ്ചിയാണ്, നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയാണ് പൊട്ടുകടല, 1 ടീസ്പൂണ് പൊട്ടുകടല ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് ഒരു സബോള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 2 പച്ചമുളക് അരിഞ്ഞതാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ സബോള ഒന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് നമുക്കിതിൽ ചേർത്തി കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. അങ്ങനെ ഇത് നല്ല പോലെ ഒന്ന് മൂത്ത് വരണം. ഇതേമാതിരി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിൽ ഇനി നമുക്ക് ഇതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ക്യാരറ്റാണ്, ചെറുതായി വളരെ ചെറുതായി അരിഞ്ഞ ക്യാരറ്റാണ്. ഇനി വന്നിട്ട് ക്യാപ്സിക്കം മുളകാണ്. അത് ഇതേപോലെ തന്നെ ആവശ്യമുള്ളത് ഇടാം. ഞാൻ വളരെ 2 ടീസ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഇതിൽ ചേർക്കാവുന്നതാണ്. ഞാൻ ഒരുപാട് പച്ചക്കറി ചേർത്തിട്ടില്ല. ഇനി 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയാണ് 1 ടീസ്പൂണ് കപ്പലണ്ടി ഞാൻ വറുത്ത് വെച്ചതാണ്. ആ കപ്പലണ്ടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയാണ് ഉള്ളിത്തണ്ട് നമുക്ക് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിത്തണ്ട് വളരെ ടേസ്റ്റിയാണ്. 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയാണ് 1/2 കപ്പ് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. ഇനി ഒരു 2 മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചു വെച്ചാൽ പച്ചക്കറിയെല്ലാം വെന്ത് കിട്ടും. നമ്മുടെ പച്ചക്കറികളെല്ലാം വെന്തിട്ടുണ്ട്. ഇനിയാണ് മല്ലിയില, നമുക്ക് കുറച്ച് മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി 1 ടീസ്പൂണ് നാരങ്ങ നീരാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ എല്ലാം വെന്തിട്ടുണ്ട്, എല്ലാം നല്ല പോലെ ആയിട്ടുണ്ട്. ഇനിയാണ് വേവിച്ച് വെച്ചിരിക്കുന്ന കീൻവ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇത് വളരെയധികം ടേസ്റ്റിയും. 1 ടീസ്പൂണ് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര എന്ന് വെച്ചാൽ ഇതിൽ ചെറിയൊരു കയ്പ്പ് ഉണ്ടാവും, അതുകൊണ്ടാണ് പഞ്ചസാര വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉപ്മാവ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഉപ്മാവ് തയ്യാറായി കഴിഞ്ഞു. ഇതേ പരുവത്തിൽ വന്നിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുവാനും അതേപോലെ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ വളരെ നല്ലതാണ്. അടുത്തൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൂടി നമുക്ക് ഉടനെ കാണാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്, തൊലിയില്ലാത്ത ചെറുപയർ. ഇനി നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഒരു 10 മിനിറ്റ് നേരം ഇതിനെ കുതിർത്തി വയ്ക്കാം. ഇനിയാണ് ക്യാരറ്റ്, ഇത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. പൊടിക്കുന്ന ജാറിലിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇതേപോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനിയാണ് നമ്മൾ ഈ ചെറുപയർ കുതിർത്തി വെച്ച
പയർ നമ്മൾക്ക് മിക്സിയിലെ ജാറിലിട്ട് വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കണ്ട, കുറച്ച് വെള്ളം ചേർത്താൽ മതി. അങ്ങനെ നമ്മുടെ ഈ ചെറുപയർ അടിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചെറുപയർ അരഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി 1/4 ടീസ്പൂണ് ഉപ്പ് നമുക്ക് ചേർത്തി കൊടുക്കാം. ഇനി വന്നിട്ട് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് നമുക്ക് ചേർത്തി കൊടുക്കാം. ഒരു സബോള ചെറുതായി അരിഞ്ഞത് നമുക്ക് ചേർത്തി കൊടുക്കാം. കുറച്ച് ഉള്ളിത്തണ്ട് നമുക്ക് ചേർത്തി കൊടുക്കാം. ഇനി വന്നിട്ടാണ് ക്യാരറ്റ്. നമുക്ക് 2-3 ടീസ്പൂൺ ക്യാരറ്റ് ചേർത്തി കൊടുക്കാം. കുറച്ച് വേപ്പില ചേർത്തി കൊടുക്കാം. 1/2 ടീസ്പൂണ് ജീരകപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂണ് നമുക്ക് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി വന്നിട്ടാണ് 2 ടീസ്പൂണ് തൈര് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ എല്ലാം കൂടെ ഒന്ന് കലക്കിയെടുക്കാം. ഇതേ പരുവത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഒരു അടപ്പ് വെച്ച് നമുക്കിതൊന്ന് 15 മിനിറ്റ് നേരം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ ഒരു പാൻ അടപ്പത്ത് വെച്ച് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഇതേപോലെ ഒന്ന് തൂളി കൊടുക്കാം. ചെറിയ തീയിലാക്കി നമ്മുടെ പാൻ വയ്ക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ ഈ മാവ് ഇതേപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് 2-3 കയ്യിൽ വീതം നമുക്കിത് ഒഴിച്ച് കൊടുത്ത് ഇതേമാതിരി ഒന്ന് പരത്തി കൊടുക്കാം. ഇനി നമുക്ക് ഒരു അടപ്പ് വെച്ച് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വേവിക്കാം. ഈ പരിപ്പ് വന്നിട്ട് വളരെ നമുക്ക് ഗുണങ്ങളുള്ളതാണ്, വളരെ ഹെൽത്തിയുമാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഷുഗറുള്ളവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതാണ്. ഇതിൽ വേറെ അധികം ഓയിലോ അങ്ങനെ മധുരമോ ഒന്നുമില്ലാത്ത ഒരു ഭക്ഷണമാണ്. ഇനി നമുക്ക് ഇത് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. മുകളിൽ ഇത് ശകലൊന്ന് ഓയിലൊന്ന് തൂളി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അടിയെല്ലാം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ഈ റെസിപ്പി ഷുഗറുള്ളവർക്കും അതേപോലെ തന്നെ തൈറോയ്ഡ് ഉള്ളവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അവർക്ക് വളരെ ഹെൽപ്പായിരിക്കും. എല്ലാത്തിനും നല്ലതാണ്. ഇതേമാതിരി ഒരു പിന്നുകൊണ്ട് നമുക്കിതൊന്ന് കുത്തി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളെല്ലാം നല്ല പോലെ നമുക്ക് വെന്ത് കിട്ടും. അധികം തീ വേണ്ട, ചെറിയ തീയിൽ വയ്ക്കണം. നല്ല ഒരു അപ്പം പോലെ വന്നിട്ടുണ്ട്. നമുക്കിത് വെന്ത് കഴിയുമ്പോൾ നമുക്കിത് മുറിച്ചെടുത്ത് ടിഫിൻ ബോക്സിലൊക്കെ ആക്കി കൊടുക്കാനോ വളരെ നല്ലതാണ്. ഇതിൻ്റെ കൂടെ ഞാനൊരു പുതിന ചട്നി കൊടുത്തിട്ടുണ്ട്. ഈ ചട്നി കാണുവാനായി ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങളെല്ലാവരും വീടുകളിൽ ഇതുണ്ടാക്കി നോക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.